മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സൺറൈസ് വാലിയിൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ ഒരു ശരീരഭാഗമാണ് കിട്ടിയത്. ചൂരൽമലയിൽ ഐബോട്ട് സിഗ്നൽ ലഭിച്ചയിടത്തുൾപ്പെടെ നടത്തിയ പരിശോധനയിൽ ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല. നിലവിൽ മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സൈന്യം ഭാഗികമായി തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങി. ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തുന്ന സംഘവും ബെയിലി പാലം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘവും അവിടെ തുടരും. മടങ്ങിപ്പോകുന്ന സംഘങ്ങൾക്ക് വയനാട് കളക്ടറേറ്റിൽ സർക്കാർ യാത്രയയപ്പ് നൽകി. ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം വയനാട്ടിൽ നിന്ന് അൽ അമീൻ ചൂരൽമലയിലാണ്, സിനോ തോമസ് കൽപ്പറ്റ ഗ്രൗണ്ടിൽ നിന്ന്, ഒപ്പം VS രഞ്ജിത്ത് പുത്തുമലയിൽ നിന്ന്, ഒപ്പം ദീപക് മോഹൻ ചൂരൽമലയിൽ നിന്ന്. നമുക്ക് ആദ്യം അൽ അമീനിലേക്ക് പോകാം. അൽ അമീൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാങ്കേതിക പരിശോധനകളാണ് ചൂരൽമല കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരുന്നത്. ഐബോട്ട് സിഗ്നൽ കിട്ടിയ പലയിടങ്ങളുണ്ട്. അവിടെയൊന്നും തിരയുന്നതിൽ നിന്ന് കാര്യമായി ഒന്നും കണ്ടെടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മണ്ണിനടിയിൽ മനുഷ്യരുണ്ട് എന്ന സംശയം അത് പരിശോധിക്കുമ്പോൾ ഇല്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണോ നമ്മൾ കാണുന്നത്? സുജയ, അത് തന്നെയാണ്. ഇന്നലെയും ഇന്നും സമാനമായ രീതിയിൽ മിനിഞ്ഞാന്ന് നടത്തിയ ഐബോട്ട് പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യമുണ്ട് എന്ന് സിഗ്നൽ കണ്ടെത്തി മാർക്ക് ചെയ്ത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനപ്പെട്ട പരിശോധന. ഇന്ന് അങ്ങനെയായിരുന്നു, ഇന്നലെയും അങ്ങനെയായിരുന്നു. പക്ഷേ ഈ 2 ദിവസത്തെയും പരിശോധനകളിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഇന്ന് ചൂരൽമലയിൽ ഈ വെള്ളാർമല സ്കൂളിന്റെ പിറകു ഭാഗത്തായി നിരവധി വീടുകൾ തകർന്നിരുന്നു. അതിൽ ഒരു വീടിന് താഴെ നിരവധി വീടുകൾ തകർന്നു. പരിസരത്ത് ഏതാണ്ട് 5 പേരെ കണ്ടെത്താനുണ്ടായിരുന്നു. ഒരു 3 പേരുടെ മൃതദേഹം ഒരുപക്ഷെ അവിടെ തന്നെ ഉണ്ടായേക്കാനുള്ള സാധ്യത ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നു നേരത്തെ തന്നെ. എന്ന് മാത്രമല്ല, ഇന്നലെ വൈകുന്നേരവും ഇന്നുമൊക്കെ ആയപ്പോൾ ആ പ്രദേശത്ത് മൺകൂനയിൽ അസാധാരണമായി ഈച്ചയുടെ സാന്നിധ്യം കൂടുതലുണ്ടായിരുന്നു. സ്വാഭാവികമായും അവിടെ മൃതദേഹം ഉണ്ടായിരിക്കുമെന്ന് സംശയിച്ചുകൊണ്ട് ഇന്ന് അവിടെയും വലിയ രീതിയിൽ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. പക്ഷേ ഈ നിമിഷം വരെയും ഒരു ഫലവും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. എന്ന് മാത്രമല്ല, ഇന്നത്തെ പരിശോധനകൾ ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത് ചൂരൽമലയിലായിരുന്നാലും മുണ്ടക്കൈയിലായിരുന്നാലും പുഞ്ചിരിമട്ടത്തായിരുന്നാലും ഇന്ന് നടന്ന പരിശോധനകളൊക്കെ അവസാനിപ്പിച്ച് സന്നദ്ധ പ്രവർത്തകർക്ക് തിരിച്ചിറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ്. അവരെല്ലാം ചൂരൽമല ടൗണിൽ വന്ന് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. അതായത് ഈ ദുരന്ത ബാധിത മേഖലകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2-3 ദിവസമായി നടത്തുന്ന പരിശോധനയിൽ ഇതുവരെയും മൃതദേഹമോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനായിട്ടില്ല. അതിനർത്ഥം ഇനി ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ പരിശോധനകൾക്ക് വലിയ പ്രസക്തിയില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എത്ര പരിശോധന, കാരണം ഇളക്കി മറിക്കാവുന്നതിന്റെ പരമാവധി ഇളക്കി മറിച്ചു, ഉഴുതുമറിക്കാവുന്നതിന്റെ പരമാവധി ഉഴുതുമറിച്ചു, മണ്ണുകളെല്ലാം മാറ്റി, മനുഷ്യനെ കൊണ്ട് പറ്റുന്ന അധ്വാനം അവർ നടത്തി. യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള പരിശോധന ആ നിലയിൽ പലഘട്ടങ്ങളിലായി തുടർന്നു. ഇപ്പോഴും അത് തുടരുന്നു. സാങ്കേതിക സംവിധാനങ്ങളുടെ പിൻബലത്തോടുള്ള പരിശോധനയും നടന്നു. പക്ഷെ അതിലൊന്നും ഒരു ഫലം കാണുന്നില്ല. അവിടെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെയുള്ള ടൗണിൽ പല കടകളിലേക്കും ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. ആ കടകളൊക്കെ, അല്ലെങ്കിൽ അവിടെയുള്ള ചെളി മാറ്റിക്കൊണ്ട് ആ ഭാഗമൊക്കെ ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളും രാവിലെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇവിടെ വരെ എത്തി. അങ്ങനെയുള്ള വൃത്തിയാക്കലും ഇതോടൊപ്പം നടക്കുകയല്ലേ? അതൊരു ഭാഗത്ത് സമാന്തരമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. കാരണം ഇപ്പോഴും ഈ പ്രദേശത്തൊക്കെ ചെളിയുണ്ട്. കാരണം ഒരുപാട് മണ്ണ് മാറ്റിയൊക്കെ കിടക്കുന്നുണ്ട്, റോഡിലൊക്കെ ചെളിയുണ്ട്. അപ്പം സ്വാഭാവികം ഈ പരിശോധനകൾ അവസാനിപ്പിച്ചതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള വൃത്തിയാക്കലുകൾ അതൊരു പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തുക. ചിലയിടങ്ങളിൽ അത് പൂർണ്ണമായിട്ടുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ ആ ടൗണിൽ പല ഭാഗത്തും ഇപ്പോഴും ചെളിയൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ സാധനങ്ങൾ മാറ്റേണ്ടതുണ്ട്. കാരണം ഇതുവരെയുമുള്ള പരിശോധനകൾക്ക് മുൻഗണന നൽകിയത്, പ്രാധാന്യം നൽകിയത് ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളതിന് തന്നെയായിരുന്നു. അതുകൊണ്ട് മറ്റു നടപടികളിലേക്ക് അധികം കടന്നിരുന്നില്ല. അതിന് ഈ പരിശോധനകൾ അവസാനിക്കുന്ന മുറയ്ക്ക് തന്നെയായിരിക്കും അത്തരം കാര്യങ്ങൾ. നമുക്കിപ്പോൾ കാണാം ദൃശ്യങ്ങളിൽ വലിയ ചെളിയും വലിയ വൃത്തികേടുമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഏതാണ്ടൊക്കെ മാറ്റിയിട്ടുണ്ട്, ഒതുക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും പൂർണ്ണ അർത്ഥത്തിൽ അത് മാറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് സുജയ. എന്ന് മാത്രമല്ല, ഈ പരിശോധന ഏതാണ്ട് അവസാനിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം ഇനിയും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് സൈന്യം പിന്മാറിയതും അവർ പരിശോധനകൾ അവസാനിപ്പിച്ച മടങ്ങുന്നതും. കാരണം അവർ ബെയിലി പാലം കെട്ടുന്നതടക്കമുള്ള ഈ പരിശോധനയുടെ നിർണായക ഘട്ടങ്ങളിൽ വലിയ പങ്ക് അവർ വഹിച്ചിരുന്നു. ഈ പരിശോധനകളിലൊക്കെ അവർ ഉണ്ടായിരുന്നു. 6 മേഖലകളായി തിരിച്ചു നടത്തിയ പരിശോധനകൾക്ക് സൈന്യം തന്നെയാണ് നേതൃത്വം നൽകിയതും. പക്ഷേ ഇനിയും അങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് ബോധ്യമായിരിക്കുന്നു. അല്ലെങ്കിൽ അത് അനന്തമായ പരിശോധന ഇന്നിപ്പോൾ അവിടെ നിന്ന് മടങ്ങുന്ന വാഹനങ്ങളാണ്, പരിശോധനയ്ക്ക് വന്ന ആളുകൾ മടങ്ങുന്നതുമൊക്കെയാണ് അൽ അമീൻ. ഒപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അമീനിലേക്ക് നമുക്ക് തിരികെ എത്താം.